രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പകരം ഈ റാഗി സ്മൂത്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വയറ് നിറഞ്ഞ പോലെ തോന്നും, എനർജി കിട്ടാനും സഹായിക്കും. വണ്ണം നിയന്ത്രിക്കാൻ പറ്റിയ ഒരു നല്ല ഹെൽത്തി സ്മൂത്തിയാണിത്. ഇത് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കിയാലോ. ആദ്യം 2 ടീസ്പൂൺ റാഗിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി കട്ടകളില്ലാതെ മിക്സ് ചെയ്ത് എടുക്കാം. റാഗിയിൽ ഫൈബർ ധാരാളമുണ്ട്, അതുകൊണ്ട് വയറ് നിറഞ്ഞ പോലെ തോന്നും. തടി കുറയ്ക്കാൻ നോക്കുന്നവർക്ക് നല്ലൊരു ചോയ്സാണിത്. എല്ലുകളുടെ ആരോഗ്യത്തിന് നല്ലതാണ്. ഇനി ഇത് ഒരു പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കലക്കി വെച്ച റാഗിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് വെന്ത് നന്നായി കുറുകി വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് തണുത്തതിന് ശേഷം മിക്സിയിൽ അടിച്ചെടുക്കണം. റാഗി കുറുക്കിയത് തണുത്തു വന്നിട്ടുണ്ട്. ഇനി ബദാം എടുത്തിട്ടുണ്ട്. ഇത് തലേദിവസം രാത്രി വെള്ളത്തിലിട്ട് വെച്ച് കുതിർത്ത് വെച്ചതാണ് കേട്ടോ. അതിനുശേഷം മിക്സിയുടെ ജാറിലേക്ക് കുറുക്കി വെച്ച റാഗി ചേർത്ത് കൊടുക്കാം. ഇതിൽ ഞാൻ പഞ്ചസാരയ്ക്ക് പകരം ഈന്തപ്പഴമാണ് ചേർക്കുന്നത്. നല്ല മധുരം കിട്ടും. ക്ഷീണം മാറ്റി ശരീരത്തിന് പെട്ടെന്ന് എനർജി തരാനും ഇത് സഹായിക്കും. ഈന്തപ്പഴം ചേർക്കുമ്പോൾ അതിൻ്റെ കുരു കളഞ്ഞ് എടുക്കണം. എന്നിട്ട് ഈന്തപ്പഴം ചേർത്ത് കൊടുക്കാം. 4 ഈന്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇനി തൊലി കളഞ്ഞ 6 ബദാം ചേർത്ത് കൊടുക്കാം. ഒരു ചെറുപ്പഴം ചേർത്ത് നന്നായിട്ട് സ്മൂത്തി ആയിട്ട് അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഹെൽത്തി റാഗി സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പഴം ചേർക്കുമ്പോൾ നല്ല സ്മൂത്തി ആയിട്ടുള്ള ക്രീമി ടെക്സ്ചർ കിട്ടും. പിന്നെ ദഹനത്തിനും ശരീരത്തിനും എനർജി ലഭിക്കാനും ഇത് സഹായിക്കും. അതുപോലെ തന്നെ ബദാം തലച്ചോറിന്റെ ആരോഗ്യത്തിനും സ്കിൻ നല്ല ഗ്ലോ കിട്ടാനും ശരീരത്തിന് എനർജി ലഭിക്കാനും സഹായിക്കും. ഇതിന് മീതെ കുറച്ച് ബദാം കഷ്ണങ്ങൾ വെച്ച് മനോഹരമായി ഡെക്കറേറ്റ് ചെയ്താൽ കാണുമ്പോൾ നല്ല ഭംഗി കിട്ടും, കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും. വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായ ഈ വെയിറ്റ് ലോസ് റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി നെക്സ്റ്റ് റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.